പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചില്ല. പക്ഷേ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനുമായിട്ടുള്ള ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി രാവിലെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. റോ എപ്പിസോഡ് കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ റിവ്യൂയിലേക്കല്ല പോകുന്നത്, കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമാണ് പങ്കുവെക്കുന്നത്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ സമയത്തിൽ വ്യത്യാസമുണ്ട്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിലേക്ക് 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവർ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മറ്റൊന്ന് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ബെയ്ലി, ലൈറ വൽക്കീരിയ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തിരിക്കുന്നത് സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള സ്റ്റീൽ കേജ് മത്സരമാണ്. ഈ മത്സരത്തിൽ ബ്രോൺ ബ്രേക്കറിനാണ് വിജയസാധ്യത കൂടുതലെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെ ആദ്യ പാർട്ടിസിപ്പൻറ്റ് ഉറപ്പായിട്ടുണ്ട്. റെഗൽ റോഡ്രിഗസിനെ ഇന്നലെ ഒരു ഗംഭീര പ്രകടനത്തോട് കൂടിയിട്ട് ഇയോ സ്കൈ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ലിവ് മോർഗൻ തമ്മിലുള്ള രണ്ടാമത്തെ സെമി ഫൈനലിൽ വിജയിക്കുന്ന റെസ്ലർ ഇയോ സ്കൈക്കെതിരെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയം കണ്ടെത്തുന്ന ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടും. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് നോക്കിയാൽ മെയിൻ ഈവൻറ്റിൽ ഡൊമിനിക് മൈസ്റ്റിരിയോ എന്ന് പറയുന്ന AAA മെഗാ ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദ റൂളർ എന്ന നിക്നെയിമിലൂടെ അറിയപ്പെടുന്ന ഒബാഫെമി ഫൈനലിലേക്ക് വിജയം കരസ്ഥമാക്കി യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന മെയിൻ ഇവൻറ്റ് ജെ ഊസോയും ജിവോൺ എവൻസും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലർ ആയിരിക്കും നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഒബാഫെമിയുടെ എതിരാളിയായിട്ട് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ല മത്സരങ്ങൾ ഇന്നലത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുണ്ടായി. നാലാമത്തെയും ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനുകൾ ഇപ്പോൾ റോ എപ്പിസോഡിൽ ഒന്നും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട്. ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ഒക്കെ ബ്ലഡ് ലൈൻ്റെ ആ സുവർണ്ണ കാലഘട്ടത്തിന് സമാനമായ രീതിയിലൊക്കെ ഇപ്പോൾ റോയിൽ വരുന്നുണ്ട്. പല കൂട്ടുകാർക്കും ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ ഇങ്ങനെ ഒരേ ട്രാക്കിൽ തന്നെ പോകുന്നതിനോട് ഒരു താല്പര്യമില്ലാത്തതുപോലെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ അവർ ഈ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതുവരെ കൊണ്ടുവരാത്ത രീതിയിലാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 1-2 ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ ജേക്കബ് ഫാറ്റു ആ ഒരു സ്റ്റോറി നിങ്ങളുമായി കണക്റ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഇപ്പോൾ തന്നെ ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സ്റ്റോറിയിലേക്ക് പറ്റിയൊരു കഥാപാത്രമാണെന്നുള്ള രീതിയിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സെഗ്മെൻറ്റുകളെ സംബന്ധിച്ചാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് ആദ്യം തടഞ്ഞു വെച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ട് ജേക്കബ് ഫാറ്റുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവം പുറത്തേക്ക് എടുപ്പിച്ച ഒരു സെഗ്മെൻറ്റ് ചെയ്തത് എന്തിനാണ് എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ കൊമേഡിയൻ ആക്ടറെ ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൊമേഡിയൻ ആക്ടർ അഭിനയിക്കുന്ന ഒരു സീരീസ്, അത് ജോൺസണെയും അതിൻ്റെ ഭാഗമാണ്. ആ ഒരു സീരീസ് ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോമഡി ആക്ടറെ യഥാർത്ഥത്തിൽ റോ എപ്പിസോഡ് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊമേഡിയൻ ആക്ടറെ ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് റോ എപ്പിസോഡിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ആക്രമണത്തിന് പിന്നിലുള്ള ഒരു റീസൺ. ഈ കൊമേഡിയൻ റെസ്ലർ അല്ലെങ്കിൽ കൊമേഡിയൻ ആക്ടർ വന്നിട്ട് ഒരു റെസ്ലറായി മാറുന്നതോ അതിനെ തുടർന്നുള്ള സ്റ്റോറിയോ ആരും പ്രതീക്ഷിക്കേണ്ട. ഇത് ജസ്റ്റ് ആ ഒരു സീരീസിൻ്റെ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതുപോലെ തന്നെ ഇന്നലെ ജേക്കബ് ഫാറ്റുവിനോട് റോമൻ റെയിൻസ് പറയുന്ന ഒരു പ്രൊമോയിൽ പല കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരാളുടെ പേര് മനഃപൂർവ്വം റോമൻ റെയിൻസ് ഒഴിവാക്കിയത്, പറയാതെ പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. യോഗോസുന, അതുപോലെ തന്നെ സമോവൻ വൈൽഡ്, അതുപോലെ തന്നെ ഉമാഗ, റിക്കിഷി, ഊസോസ്, റോമൻ റെയിൻസ്, ഇപ്പോൾ ഇതാ ജേക്കബ് ഫാറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് റോമൻ റെയിൻസ് ഈ ബ്ലഡ് ലൈൻ്റെ
ആ താഴ്വഴികളെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ബ്ലഡ് ലൈനിൽ അംഗമല്ലാത്ത ഉമാഗ, റിക്കിഷി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകാത്ത ഇവരെയെല്ലാം ഇങ്ങനെ പേരെടുത്ത് മെൻഷൻ ചെയ്ത റോമൻ റെയിൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സാക്ഷാൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസന്റെ പേര് മനഃപൂർവ്വം വിട്ടുകളയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊന്നെങ്കിൽ റോക്കിനെ മനഃപൂർവ്വം റോമൻ റെയിൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ റോക്കിൻ്റെ പേര് ഇപ്പോൾ ഓൺ സ്ക്രീനിൽ മെൻഷൻ ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയതായിരിക്കാം. രണ്ടായാലും സ്റ്റോറി ലൈനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ബ്ലഡ് ലൈനിലെ എല്ലാവരെയും, പാസ്റ്റിലെ ലെജൻസിനെയും ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാർസിനെയും ഒക്കെ റോമൻ റെയിൻസ് മെൻഷൻ ചെയ്തിട്ടും ഈ ബ്ലഡ് ലൈനിൽ ഒരു സമയത്ത് 2024 ആ വർഷത്തിലൊക്കെ മെമ്പറായിട്ട് നിന്ന് സ്റ്റോറി ലൈൻ്റെ നട്ടലായിട്ട് മാറിയ റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരുന്നത് സ്റ്റോറി ലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റോമൻ റെയിൻസ് റോക്കിനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് റോക്കിൻ്റെ ഒരു റിട്ടേൺ നടത്തിച്ചിട്ട് ആ രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഒരു അടിത്തറ ഇപ്പോൾ തന്നെ പാകിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇനി മറ്റൊരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജേക്കബ് ഫാറ്റുവിൻ്റെ ചെവിയിൽ റോമൻ റെയിൻസ് എന്തോ പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു ചർച്ച നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത് വളരെ ക്ലിയറാണ്. ജെ ഊസോയെ സെമി ഫൈനലിൽ വിജയിപ്പിക്കുക, സെമി ഫൈനലിൽ മാത്രമല്ല ജെ ഊസോയെ കിങ് ഓഫ് ദ റിംഗ് വിജയിപ്പിക്കുക. അതിന് 2 ലക്ഷ്യമുണ്ട്. ബ്ലഡ് ലൈനിലേക്ക് ഒരു വേൾഡ് ടൈറ്റിലും കൂടി കൊണ്ടുവരിക. മറ്റൊന്ന് ജെ ഊസോയെ ആ ഒരു വിശ്വാസം ജേക്കബ് ഫാറ്റുവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജേക്കബ് ഫാറ്റു ജെ ഊസോയെ സഹായിക്കണം. ആ സഹായം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് ജെ ഊസോ വിജയിക്കുന്ന രീതിയിലേക്ക് നടത്തി കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശമായിരിക്കാം ജേക്കബ് ഫാറ്റുവിന് ഈ ചെവിയിലൂടെ റോമൻ റെയിൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ എൻ്റെ സ്റ്റോറി മറ്റൊരു തലത്തിൽ വേറെ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാക്ക് പിടിച്ച് ജേക്കബ് ഫാറ്റുവിൻ്റെ കഥാപാത്രത്തിന് കൂടുതൽ ഒരു ശ്രദ്ധ കൊടുത്ത് ഫോക്കസ് കൊടുത്ത് കൊണ്ടുപോയാൽ നമ്മൾ ഇതുവരെ എന്നിൽ കാണാത്ത ഒരു പുതിയ ലെയർ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. റോയിലും സ്മാക്ഡൗണിലും ഈ ഒരു ട്രാക്ക് പിടിച്ചു പോയാൽ ഗംഭീരമായേക്കും. നല്ലൊരു വ്യൂവർഷിപ്പ് കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.